എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ഡെലീഷ്യസ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ദോശയാണ് റെഡിയാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടുള്ള ഈ ദോശ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഈ അവലൊന്ന് കുതിരാനായിട്ടും നേരത്തെ ഒന്ന് വെള്ളമൊഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. കുതിർന്ന അവലിലെ വെള്ളം നമ്മളൊന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നല്ല സ്മൂത്തായിട്ട് എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ കൺസിസ്റ്റൻസിയിൽ മാവിരിക്കണം. ഇനി ഇതിൽ കൂടുതൽ കുറുകിയിരിക്കുകയാണെങ്കിൽ വെള്ളമൊഴിച്ച് ഇതുപോലെ ആക്കിയെടുക്കണം. ഈ മാവിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഒരു 1/4 കപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇടാം. ഒരു 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഈ ക്യാരറ്റിൻ്റെ കൂടെ ബീൻസ് ചേർക്കാം. വെജിറ്റബിൾ വേണ്ടതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒഴിക്കേണ്ട ഒരു കൺസിസ്റ്റൻസി വരണം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇതുപോലെ മാവിരിക്കണം. വെജിറ്റബിൾ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചേർക്കാം. പക്ഷേ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ തന്നെ വരുത്തണം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതുകൊണ്ടാണ് ഞാനൊരു 5 മിനിറ്റ് മാറ്റി ഇത് വെച്ചത്. ഇപ്പം മാവ് നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് ചുട്ടെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ തവി വെച്ച് ഒഴിച്ചു കൊടുക്കാം. അരച്ചിടേണ്ട ആവശ്യമില്ല. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെക്കണം. ഒത്തിരി ഫ്ലെയിം വെച്ചാൽ അപ്പം കരിഞ്ഞൊക്കെ പോകും. നമുക്ക് ഈ വെന്ത് വരുന്ന അപ്പത്തിൻ്റെ മുകളിലേക്ക് സ്വല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ സൂപ്പർ ഡെലീഷ്യസ് സ്പോഞ്ചി ദോശ റെഡിയാക്കിയിരിക്കുകയാണ്. നമുക്കിത് ചമ്മന്തി കൂട്ടിയോ ഏത് കറി കൂട്ടിയും വേണേലും നമുക്കിത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.